നീ ഇങ്ങോട്ട് വാടി. വിടുന്നേ. ഇങ്ങോട്ട് വരാ. എന്താ നീ കാണിക്കുന്നേ? പിന്നെ ഒരു നാണം. അവിടെ പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. സാവിത്രി, നന്ദിനി ഉടനെ പറഞ്ഞിങ്ങി എത്തും. ഇനി എന്താ അടുത്ത പരിപാടി? അവളെ ഇങ്ങനെ വെറുതെ നിർത്തിയാ മതിയോ? വെറുതെ നിർത്തുന്നു ആരാ പറഞ്ഞേ? വന്നു കഴിഞ്ഞ ആശുപത്രിയുടെ ചുമതല അവളെ ഏൽപ്പിക്കണം. അങ്ങനെയല്ലേ തീരുമാനിച്ചത്? എടി മണക്കൂസെ, അതല്ല, അവിടെ കല്യാണക്കാരിയും. അത് നേരത്തെ തീരുമാനിച്ചതല്ലേ? എന്ത് തീരുമാനിച്ചു? മഹാദേവനെ കൊണ്ട്. നമുക്കൊരു മകളല്ലേ ഉള്ളൂ. എന്റെ അറിവിൽ അത്രേ ഉള്ളൂ. എങ്കിൽ അവളെ കെട്ടുന്നത് മഹാദേവനായിരിക്കില്ല. എന്ത്? സാവിത്രി, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഞാൻ പഠിപ്പിച്ച എന്റെ മോളെ കെട്ടുന്നവന് ചില മിനിമം യോഗ്യതകളൊക്കെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എങ്കിൽ ഇത്രയും കാലം മഹാദേവനെ ഇട്ട് പന്ത് തട്ടുമ്പോൾ തട്ടിതെന്തിന്? അതോ അവന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നത് കാണാൻ എനിക്ക് ദണ്ണമുള്ളതുകൊണ്ട്. പക്ഷെ പ്രമാണത്തിൽ ഇന്നൊപ്പിടാം നാളെ ഒപ്പിടാം എന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുക. എന്നാൽ ശങ്കരമംഗലത്ത് മാധവൻ തമ്പി അവനെ കൊണ്ട് ഒപ്പിടിക്കും. എന്നിട്ട് നന്ദിനിയെ ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും. ഡോക്ടറോ? അതേടി, നമ്മുടെ ഡോക്ടർ രാജഗോപാലൻ. രോഗികൾക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരു ഡോക്ടർ ഇനി ജനിക്കാനില്ല. അയാളെ നമ്മുടെ കൈപ്പിടിയിലൊന്ന് കിട്ടിയാ മതി. പണം കായ്ക്കുന്ന മരമെന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു മരമാടി ഈ ഡോക്ടർ. ചുമ്മാ വടിയോരത്തൊരു ഷെഡും കെട്ടി ക്ലിനിക്കെന്നൊരു ബോർഡും തൂക്കി അയാളെ പിടിച്ചങ്ങിരുത്തിയാ മതി. ഡോക്ടറെ കൊടുത്ത് ഈച്ച പൊതിയും പോലെ രോഗികൾ വന്ന് കുമിഞ്ഞുകൂടും. ഒരു കാര്യം പറഞ്ഞേക്കാം. നന്ദിനി നിനക്ക്, നന്ദിനി നിനക്ക് എന്നും പറഞ്ഞ ആ ചെറുക്കന്റെ ചോര മുഴുവൻ ഊറ്റി കുടിച്ചേച്ച് ദൈവം നിങ്ങളെ വെറുതെ വിടില്ല. ദൈവം നിന്നെ പോലെ അത്ര ബുദ്ധിയില്ലാത്ത കൂട്ടത്തിലൊന്നും അല്ല. ചേരേണ്ടതേ ചേരാൻ പാടുള്ളൂന്ന് പുള്ളിക്കാരൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എടീ, ഭർത്താവ് ഡോക്ടർ, ഭാര്യ ഡോക്ടർ, അവരുടെ മക്കൾ മുഴുക്ക ഡോക്ടർ, അങ്ങനെ ഡോക്ടർ 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 ഒരു ഡോക്ടർ ചങ്ങല. ആ തലമുറയെ പറ്റി നീ ചിന്തിച്ചു നോക്ക്. നേരെ മറിച്ച് മണ്ടം മഹാദേവൻ നമ്മുടെ അന്തരിക്കുട്ടിയെ കല്യാണം കഴിച്ചാലോ? അവന്റെ മക്കള് മണ്ടന്മാര്, മക്കളുടെ മക്കള് മരമണ്ടന്മാർ, അവരുടെ മക്കള് തിരുമണ്ടന്മാര്, ഒരു പരമ്പര മുഴുവൻ മഹാമണ്ടന്മാർ. ഈ ബന്ധത്തിനെങ്ങാനും ഞാൻ മുൻകൈ എടുത്താൽ ദൈവം ആ നിമിഷം തന്നെ ചവിട്ടിക്കൊല്ലും. എന്തൊരു ഐശ്വര്യം ആ ഡോക്ടറിന്റെ മുഖത്ത്. മകൻ ഇങ്ങനെയാണെങ്കിൽ ആ അച്ഛനും അമ്മയും എങ്ങനെ ഇരിക്കും? ഐശ്വര്യദേവത നൃത്തം ചവിട്ടുന്ന ആ തറവാട്ടിലേക്ക് ബന്ധുക്കളായി കയറി ചെല്ലുന്നത് ഒരു അഭിമാനം തന്നെയാണേ. രാഘവ, മാധവി, എല്ലാരും പെട്ടെന്ന് വാ. ഹായ് നന്ദിനി. ഹലോ ദേവേട്ടൻ. ഇതെന്താ ഇങ്ങനൊരു വേഷം? അത് ഒരു രസം. ആശുപത്രിയിലെ ഭയങ്കരമായ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാലുടൻ ഞാൻ എപ്പോഴും പാൻസിന്റെ മേലെ ഇങ്ങനെ ഒരു കൈലി എടുത്ത് കൊടുക്കും. മാറ്റണോ? മാറ്റാം. അമ്മ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാനും എയർപോർട്ടിൽ വരുമായിരുന്നില്ലേ? പറയാൻ വേണ്ടി ഞാൻ തന്നെ മുറി വന്നായിരുന്നു. അപ്പൊ നീ കുളിക്കുകയായിരുന്നു. കുളിക്കുന്നതിന് മുമ്പ് പറയായിരുന്നില്ലേ? അല്ല, അപ്പൊ ഞാൻ കുളിക്കുകയായിരുന്നു. അല്ല, എന്റെ കുളി കഴിഞ്ഞപ്പോഴല്ലേ അമ്മാവൻ കുളിച്ചത്? അല്ല, നിന്റെ കുളിക്ക് ശേഷം കുളിച്ചത് നിന്റെ അമ്മായിയായിരുന്നു. അല്ലല്ലല്ല, ഞങ്ങളുടെ കുളിക്ക് മുൻപായിട്ടല്ല അമ്മാവൻ കുളിച്ചത്. എന്റെ കുളിയും അമ്മാവന്റെ കുളിയും നടക്കുന്നതിന് മുൻപായിട്ട് ഈ വീട്ടിൽ വേറെ ആരെങ്കിലും കുളിച്ചോ എന്നുള്ളതാണ്. എന്തോന്നാ ദേവേട്ട ഇത്? കുളി കോമ്പറ്റീഷനോ? ഈ ദേവേട്ടന് ഒരു മാറ്റമില്ലല്ലേ? പഴയതുപോലെ തന്നെ. ആ, നിങ്ങളുടെ കുളി ഡിസ്കഷൻ നടക്കട്ടെ. അതിനിടയ്ക്ക് എനിക്ക് ഏതായാലും ഒന്ന് കുളിക്കണം. അല്ല മഹാദേവ, പിന്നെ ഈ കാറും ഷെഡിലിട്ടേരെ. യെസ്, ഡോക്ടർ രാജഗോപാൽ ഹിയർ. ആ, തമ്പി സാർ. എന്താ സാർ? പിന്നെ എന്റെ മോളുണ്ടല്ലോ, നന്ദിനി FRCS, അവൾ ലണ്ടനിൽ നിന്ന് വന്നു. ഇത് അത്താഴം നമുക്ക് ഒരുമിച്ചാവാം. കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാവാം. അല്ല, അതിപ്പോ ഇവിടുത്തെ തിരക്ക് സാറിന് അറിയാമല്ലോ. ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല.
രോഗികൾക്ക് പരമാവധി സേവനം കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ഡോക്ടറെ കടമ. വേണ്ട വേണ്ട വേണ്ട, ഒഴിവുകാരി ഒന്നും പറയണ്ട. രാത്രി അരമണിക്കൂർ മാറി നിന്ന് വെച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല. അതിനിടെ വല്ല രോഗികളും ചാകുകയാണെങ്കിൽ അങ്ങോട്ട് ചാകട്ടെ. കൊല്ല പിന്നെ ഡോക്ടർ വരണം. ആ ശരി, വെക്കട്ടെ. ആ സാവിത്രി, ഗംഭീരമായ അത്താഴം ഇന്ന് റെഡിയാക്കിക്കോ. രാത്രി ഡോക്ടർ വരും. കല്യാണക്കാരി ഇന്ന് തന്നെ നമുക്ക് തീരുമാനിക്കണം. മൂശാട്ടെ അവിടെ ആര്? ആ മഹാദേവൻ. ഡോക്ടർ വരുമ്പം അവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം. ശല്യം. മഹാദേവാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അമ്മാവൻ പൊയ്ക്കോ അമ്മാവൻ പൊയ്ക്കോ. നന്ദിനി ഇപ്പൊ വരും, എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. പോകൂ. പിന്നെ കുളി കഴിഞ്ഞ് ഗാർഡനിൽ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ആണോ? അതെ. അപ്പൊ ഞാൻ വന്നത് എത്ര നന്നായി. എന്താ അമ്മാവ? ഇപ്പൊ നീ സംസാരിച്ചാൽ ആകെ കുളവാകും മഹാദേവ. ഇന്നലെ നിന്നെ പുകഴ്ത്തി ഞാൻ ഒരുപാട് സംസാരിച്ചു നോക്കി, ഫലം ഉണ്ടായില്ല. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടു. എന്തിന്? പട്ടണത്തിൽ പോയി ഒരു സിനിമ കണ്ടേച്ചു വാ. ഒരു പുതിയ ഹിന്ദി സിനിമ കളിക്കുന്നുണ്ടല്ലോ, ദീവാലി ചാവാലി ദിൽബലീഹും. ദുൽഹനിയ ലേ ജായേംഗെ, അതാണ്? അത് തന്നെ. അതിന്റെ കഥ അറിയാവോ നിനക്ക്? അറിയില്ല. ഇതതിന്റെ കുഴപ്പം. അതിന്റെ കഥ ഞാൻ പത്രത്തിൽ വായിച്ചതാ. ഓഹോ. നന്ദിനിയെ പോലെ ലണ്ടനിൽ പഠിച്ച നായിക, അവളെ വശത്താക്കാൻ 18 അടവും പ്രയോഗിക്കുന്ന നായകൻ. അതിൽ 18 പഠിക്കണമെന്നൊന്നുമില്ല. ഒരു 4-5 അടവെങ്കിലും പഠിക്കാതെ ഇനി നീ അതിനോട് സംസാരിക്കണ്ട. അത് അപകടവാ. അച്ഛനിലെ സിനിമ കണ്ടേച്ചോ. അത് എങ്കിൽ ഞാൻ നന്ദിനിയെ കൂടി വിളിക്കാം. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ കണ്ടിട്ട് ഒരുപാട് നാളായി അമ്മാവ. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവൾ ആ സിനിമ കണ്ടാൽ നീ പ്രയോഗിക്കുന്ന അടവെല്ലാം സിനിമയെന്ന് കണ്ടുപഠിച്ചാണെന്ന് അവക്ക് മനസ്സിലാവില്ലേ? ഓ, കറക്റ്റ്. വിട്ടോ, സ്ഥലം വിട്ടോ. രൂപ എന്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് ഞാൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് അമ്മാവരിന്ന് നന്ദിനിക്ക് കൊടുക്കണം. ഇത് നന്ദിനിക്ക് ഞാൻ കൊടുക്കണം. കൊടുക്കാം. ഓ, എക്സ്ക്യൂസ് മീ, ഡോക്ടർ രാജ്ഗോപാൽ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്, വരൂ. പുറത്ത് നല്ല ആൾക്കൂട്ടം ഉണ്ടല്ലോ. ഈ തിരക്കിനിടയിൽ സംസാരിക്കാൻ. എന്തൊക്കെയുണ്ട് വിശേഷം നിർമ്മലേ? ഇന്നലെ വന്നെന്നറിഞ്ഞു. കോഴ്സ് കഴിഞ്ഞല്ലേ? കഴിഞ്ഞൊന്ന് പറയാം. സുഖാണോ? പരമസുഖം. ഞാനും പര ഡോക്ടറാ. ഈ ഡോക്ടർ എനിക്കിവിടെ ഒരുപാട് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഒട്ടുമിക്ക രോഗങ്ങളെ പറ്റിയും അതിനെ പറ്റിയ മരുന്നുകളെ പറ്റിയും നല്ലപോലെ പറഞ്ഞു തരുന്നുണ്ട്. Is it? He is really great. ഇന്നലെ സംസാരിച്ചപ്പോ എനിക്കത് ശരിക്കും ബോധ്യായി. അലോപ്പതി സൈക്കോളജി കമ്പൈൻ ചെയ്ത് ഒരു പ്രത്യേക രീതി തന്നെ ഡോക്ടർ കണ്ടെത്തിയിരിക്കല്ലേ? അതെ. അപ്പൊ നിങ്ങൾ സംസാരിക്കേ, ഞാൻ വരാം. എന്താണ് ഡോക്ടർക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഈ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? അല്ല, അച്ഛൻ പറഞ്ഞു. അതെ, അച്ഛൻ പറഞ്ഞു. അല്ലല്ല, ഞാനാ പറഞ്ഞത്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ലണ്ടനിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, FRCS അല്ലല്ല MRCP, ഒരു ഡോക്ടർ കൊച്ചിപ്പൻ. അവനെ പറ്റി ചോദിക്കാനായിരുന്നു. കണ്ടോ? അവനെ അവിടെ വെച്ച് കണ്ടോ? കൊച്ചിപ്പനോ? അതാരാ? അപ്പൊ കണ്ടില്ല. ഇതാണോ അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞത്? ഇത് ഫോണിൽ കൂടെ തന്നെ സംസാരിക്കായിരുന്നല്ലോ. ആകാമായിരുന്നു. അതോ വേറെ വല്ല സംസാരിക്കാനുള്ള മുഖവരിയാണോ ഇത്? എന്ത് മുഖവര? അച്ഛൻ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്ത് കാര്യം? നമ്മൾ തമ്മിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അത്രേ. ഞാനത് കേട്ട് ചിരിച്ചുപോയി. സ്വന്തം അച്ഛനെ പരിഹസിക്കാൻ പാടില്ലായിരിക്കാം. But it's really funny. എങ്ങനെയുണ്ട് ഞാൻ ഡോക്ടറെ കല്യാണം കഴിക്കാൻ? എനിക്ക് മനസ്സിലായില്ല. ഞാനെന്താ അത്രയ്ക്ക് മോശമാണ്? ഇന്നലെയല്ലേ നമ്മൾ പരിചയപ്പെട്ടത്? അതുകൊണ്ട് ഒരു ദിവസത്തെ പരിചയം വെച്ചോണ്ട് ഓക്കെ ഞാൻ ഡോക്ടറെ കല്യാണം കഴിക്കാം എന്ന് പറയാനൊക്കോ? ശരിയാണ്, ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ഡോക്ടറോട് ബഹുമാനമുണ്ട്. എന്ന് വെച്ച് പരസ്പരം അറിയാതെയും മനസ്സിലാക്കാതെയും അതെന്തൊരു കല്യാണമായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ ഡോക്ടർ. പക്ഷെ പ്രായപൂർത്തിയായ ഒരു മകളെ കുറിച്ചുള്ള അച്ഛനമ്മമാരുടെ വേവലാതി നമ്മൾ മനസ്സിലാക്കണ്ടേ? അല്ല, നന്ദിനി പറഞ്ഞാണ് ശരി. ഒരു വിവാഹത്തിന്റെ കാര്യമാവുമ്പം എല്ലാം നന്ദിനിയുടെ ഇഷ്ടം. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവളിൽ എന്നിൽ നിന്ന് വന്ന പെണ്ണല്ലേ? നമ്മളെ പോലെ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ടോ? അവിടെയൊക്കെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മടിയിൽ കയറിയിരിക്കും, കവളത്തുന്നുള്ളും.
അതൊക്കെ സർവ്വസാധാരണമല്ലേ? എങ്കിൽ അവളെന്താ എന്റെ മടി കയറിയിരിക്കാത്തത്, കവിളത്ത് നുള്ളാത്തത്? എന്റെ കവിളും മടി ഇവിടെ ഫ്രീ ആയിട്ടിരിക്കാണല്ലോ. അതേ, അവൾ അറിഞ്ഞു കാണത്തില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ അങ്ങനെയൊക്കെ നിന്റെ അടുത്ത് കാണിക്കണമെന്ന് അവൾക്ക് കൂടെ തോന്നണ്ടേ? അതെന്താ തോന്നാത്തത്? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. എടാ, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ പ്രമാണത്തിലൊപ്പെടെന്ന്. എടാ, ഈ സ്വത്ത് മുഴുവൻ അവിടെ വരുന്ന എഴുതി വെച്ചെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ കവളത്തുകൊണ്ടുകല്ല, നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചേനെ. ആ ഒപ്പിടാൻ നേരത്ത് പല്ല് ചലച്ചു, പട്ടി കുറച്ചെന്നൊക്കെ പറഞ്ഞ് നീ മടിച്ചതല്ലേ കുഴപ്പമായത്. ഒപ്പിട്ടാലെല്ലാം നേരെയാവുമെന്ന് അമ്മാവന് തോന്നുന്നുണ്ടോ? എനിക്കുറപ്പാ. എങ്കിൽ ഒപ്പിട്ട് കഴിഞ്ഞു. നേരോ? സാവിത്രി, എടി സാവിത്രി, ഇത് എപ്പോ ഒപ്പിട്ടു? നന്ദിനി ലണ്ടനിൽ നിന്ന് വന്നാണ്. ആ രാത്രിയിൽ ഞാൻ ഉറങ്ങിയില്ല. ആ നിലാവുള്ള രാത്രിയിലെ 3-ാം യാമത്തിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ. അപ്പോൾ പല്ലികൾ ചിലച്ചിരുന്നില്ല, കാലൻ കോഴികൾ കൂവിയിരുന്നില്ല. സത്കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയം. ഞാൻ പ്രമാണെടുത്ത് ഒപ്പിട്ടു. പക്ഷെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ ഒത്തില്ല. പലപ്പോഴും രാഹുകാലം, യമകണ്ഠകാലം തുടങ്ങിയ തടസ്സങ്ങൾ. സാവിത്രി, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പ്രമാണത്തിൽ മഹാദേവൻ ഒപ്പിട്ടിരിക്കുന്നു. മഹാദേവ, അത് വേണായിരുന്നോ? സാവിത്രി, ഇത്രയും നാളത്തെ എന്റെ കാത്തിരിപ്പ് വെറുതെയായില്ല. ഇനി എത്രയും പെട്ടെന്ന് കല്യാണ തീയതി നിശ്ചയിക്കാം. അമ്മാവാ, അമ്മാവാ. സാർ, ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്താ? എന്തിനുള്ള പുറപ്പാടാന്ന്? കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ കാവടി എടുത്ത് 51 വീട് കയറി തെണ്ടിക്കോളാമെന്ന് നേർച്ചയുണ്ടായിരുന്നേ. കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ? അതൊക്കെ ഉണ്ടോ? താൻ വൈകാതെ ഡ്യൂട്ടിക്ക് പോ. ഹര ഹര ഹരോ ഹര. ഹര ഹര ഹരോ ഹര. ഹര ഹര ഹരോ ഹര. ഹര ഹരോ ഹര. ഹര ഹരോ ഹര. ഹര ഹരോ ഹര. ഹര ഹരോ. അമ്മാവാ, അയ്യോ, നീയായിരുന്നോ? എനിക്ക് ഇതിലേക്കൊണ്ട് മനസ്സിലായില്ല. എന്താണ് ഈ വേഷത്തിൽ? ഞാനുമായി കല്യാണം തീരുമാനിക്കാൻ പോകുന്ന നന്ദിനി അവന്റെ കൂടെ ആ ഡോക്ടറുടെ കൂടെ അയച്ചത് വല്ലവരും കണ്ടാ എന്ത് വിചാരിക്കും? ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും ഒന്നും വിചാരിക്കാനില്ല. കല്യാണം തീരുമാനിച്ചവന്റെ കൂടെ തന്നെ അവളെ വിട്ടു. ഞാൻ അവളോടാകുന്നതും പറഞ്ഞു നോക്കിയടാ മഹാദേവ. എന്ത് ചെയ്യാം? അവക്ക് നിന്നെ വേണ്ടെന്ന്. ഡോക്ടറെ അവൾക്ക് ഇഷ്ടപ്പെട്ടു പോയത്രേ. ഞാൻ അവളെ തല്ലി. നീ ഒപ്പിട്ട പ്രമാണം കാണിച്ചു കൊടുത്തു. അവൾ എന്ത് ചെയ്തെന്നോ ആ പ്രമാണം എന്റെ പിടിച്ചു വാങ്ങിച്ചിട്ട് പറയുക, ദേവന്റെ സ്വത്ത് എനിക്ക് വേണം, പക്ഷെ എന്റെ ഭർത്താവ് ഡോക്ടറായിരിക്കുമെന്ന്. അത് കേട്ടെന്നെ നെഞ്ച് തകർന്നു പോയടാ. ഇനിയിപ്പോ ഒരു രക്ഷയില്ല. എനിക്ക് കൂടുതലും പറയാൻ പറ്റുമോ? ലണ്ടനിൽ പഠിച്ച പെണ്ണല്ലേ? സാരമില്ലടാ, നമുക്ക് വേറെ കേട്ടാ. ഇവള് മാത്രമല്ലല്ലോ നാട്ടിലൊരു പെണ്ണ്. ഇങ്ങോട്ട് നോക്കിയേ, നിനക്ക് നല്ല കിളി പോലത്തെ ഒരു പെണ്ണിനെ അമ്മാവൻ ഏർപ്പാടാക്കി തരും. ആ സത്യം. എന്താ? എല്ലാം ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. എന്നിട്ടും ഡോക്ടർക്ക് ഞാൻ ദ്രോഹം വല്ലതും ചെയ്തു. എന്താ അങ്ങനെ ചോദിക്കാൻ? നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഈ ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങളെ കിട്ടുമല്ലോ. ഒരേ ഒരു നന്ദിനിയെ മാത്രം എനിക്ക് വിട്ടു തന്നൂടെ? ഓ, അതാണോ? ഞാനിപ്പോ കുറച്ച് ബിസിയാ. കുറച്ച് മെഡിക്കൽ ബുള്ളറ്റിനുകൾ റെഫർ ചെയ്യാനുണ്ട്. നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണാൻ ഞാൻ ഉണ്ടായെന്ന് വരില്ല. ഛേ, എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ ചെല്ല്, നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. എനിക്കിപ്പോ സംസാരിക്കണം. ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. അത്ര ഡോക്ടർ പ്ലീസ്, ഡോക്ടർ
നിർത്ത്